കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ഷാർജയിൽ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം കേസ് അന്വേഷിച്ച തെക്കുംഭാഗം പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. പ്രതിയും അതുല്യയുടെ ഭർത്താവുമായ സതീഷിനെ ക്രൈംബ്രാഞ്ച് അതിനുശേഷം ചോദ്യം ചെയ്യും. അതുല്യയുടെ ഭർത്താവ് സതീഷ് ഇന്നലെയാണ് നാട്ടിലെത്തിയത്. കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച പ്രതിയെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രാഥമികമായി ചോദ്യം ചെയ്തു. അതുല്യ തൂങ്ങി മരിച്ചതാണെന്ന മുൻമൊഴി പ്രതി ആവർത്തിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 2 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യത്തിൽ സതീഷിനെ വിട്ടയച്ചു. അതുല്യയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത്. ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 18-നാണ് അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതാവിന്റെ പരാതിയിൽ കൊലപാതക കുറ്റമാണ് കേസ് ആദ്യം അന്വേഷിച്ച തെക്കുംഭാഗം പോലീസ് ചുമത്തിയത്. കൊലപാതക കുറ്റം ചുമത്താനുള്ള കാരണത്തെക്കുറിച്ച് തെക്കുംഭാഗം പോലീസിനോട് ക്രൈംബ്രാഞ്ച് സംഘം ആരായും. പ്രാഥമിക അന്വേഷണത്തിൽ ലോക്കൽ പോലീസ് കണ്ടെത്തിയ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. അതുല്യ ബന്ധുക്കൾക്ക് അയച്ച വീഡിയോകളും മുൻപ് സതീഷിനെതിരെ നൽകിയ കേസുകളുടെയും വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഷാർജ പോലീസ് ചുമത്തിയ വകുപ്പുകളെക്കുറിച്ചും പരിശോധിക്കുന്നു. ഇവ വിശദമായി പരിശോധിച്ച ശേഷമേ പ്രതിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കൂ. സതീഷിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുകയാണ് അതുല്യയുടെ കുടുംബം. ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമായിട്ട് തന്നെ പോകുന്നത്. അവര് കൃത്യം അവർ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. എന്താണെന്നുള്ളത് അതെനിക്ക് ഉറപ്പാണ്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.